ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീണ്ടും ഒരു വെറൈറ്റി കോമ്പിനേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നാടൻ പരിപ്പ് വടയും അതിൻ്റെ കൂടെ തേങ്ങ പൊരിച്ചെടുത്ത ഒരു ചമ്മന്തിയാണ് ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പരിപ്പ് വട കുറച്ച് സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തിയും ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ പരിപ്പ് വട റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ പീസ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതൊരു 250 ഗ്രാം എടുത്തിട്ട് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. അടുത്തതായിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉണക്കമുളക്, പിന്നെ തേങ്ങാക്കൊത്ത് വേണം, പിന്നെ 2 ചെറിയ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉണക്കമുളകും തേങ്ങയും കൂടി കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അരിഞ്ഞെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊരു സ്പെഷ്യൽ പരിപ്പോടെയാണ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തേങ്ങാക്കൊത്തും ഉണക്കമുളകൊക്കെ ചേർക്കുന്നത്. നോർമൽ പരിപ്പോടയിൽ ഇതൊന്നും ചേർക്കില്ല. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഈ രീതിയിൽ അരച്ചെടുത്താൽ മതി, ഒരുപാട് അരഞ്ഞു പോവണ്ട. തേങ്ങ അരച്ചെടുത്തിരിക്കുന്നത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ജാറിൽ തന്നെ പരിപ്പും ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് പേസ്റ്റാക്കി അരച്ചെടുക്കരുത്, ഒരുവിധം അരച്ചെടുത്താൽ മതി. ഒരുപാട് പേസ്റ്റായിട്ട് അരച്ചെടുത്താൽ പരിപ്പോടെ ആ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു പരിപ്പൊക്കെ കടിക്കാനായിട്ട് കിട്ടണം, അങ്ങനെയാണ് അരച്ചെടുക്കേണ്ടത്. മിക്സിയുടെ ആ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളമില്ലാതെ ഇതുപോലെ അരച്ചെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുളക് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ചിട്ടിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല, അതിന് പകരം ഉണക്കമുളകാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ തേങ്ങാക്കൊത്തും ഉണക്കമുളക് ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൈൻഡിങ് കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ നമ്മൾ പരിപ്പോടെ എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ ഒട്ടും പൊട്ടിപ്പോവാതെ നല്ല കറക്റ്റായിട്ട് നല്ല ഷേപ്പിൽ കിട്ടും. ഇപ്പോൾ നമ്മുടെ പരിപ്പോടൊക്കെയുള്ള മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കൈയൊന്ന് നനച്ചിട്ട് ഈ കൂട്ടിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ എടുക്കുന്നുള്ളൂ. ചെറിയ പരിപ്പോടായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതാണ് ടേസ്റ്റ്. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നമുക്ക് വായിലിട്ടാൽ ഒരു പ്രാവശ്യത്തേക്കുള്ള കടിക്കുള്ളത് ഉണ്ടാവുള്ളൂ. ഇത് അതുപോലെ എടുക്കുന്നതാണ് എനിക്കിഷ്ടം. എന്നിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് എല്ലാം അതുപോലെ ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും പരിപ്പുവട ഉണ്ടാക്കി കാണും, പക്ഷേ ഈ രീതിയിൽ കുഞ്ഞൻ പരിപ്പുവടയായിട്ട് ഉണ്ടാക്കി കാണില്ല. നല്ല ടേസ്റ്റിയാണ്. ചെറിയൊരു പരിപ്പുവടയാകുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കടിക്ക് ഉണ്ടാവുള്ളൂ വായിലിട്ടാൽ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും ഇനി പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കണം. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ആദ്യത്തെ ട്രിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യമൊക്കെ ഇട്ടതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആദ്യം ഇട്ടത് അത്യാവശ്യം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, അത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് അതുപോലെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുഞ്ഞൻ പരിപ്പ് വട നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപ്പ് വടയും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ഏകദേശം ഒരു 30 പരിപ്പ് വടയൊക്കെ കാണും കേട്ടോ. ഈ ഒരു 250 ഗ്രാം പരിപ്പിൽ നിന്ന് 30 പരിപ്പ് വടയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെറുതായിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ അത്രയും കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ ഈ കുഞ്ഞൻ പരിപ്പ് വടയുടെ കോമ്പിനേഷനായിട്ട് തേങ്ങ പൊരിച്ചെടുത്ത ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുളക്, ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ തേങ്ങാക്കൊത്തും ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3-4 കഷ്ണം ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഉണക്കമുളകും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഒരു കഷ്ണം പുളി ഇട്ട് കൊടുക്കാം, വാളംപുളി. ഇപ്പോൾ വാളംപുളിയുടെ പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് കോരി എടുക്കണം. എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ചമ്മന്തിയുടെ പരുവത്തിൽ ഒട്ടും വെള്ളമില്ലാതെ കട്ടച്ചമ്മന്തി ആയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊരു സൂപ്പർ കോമ്പിനേഷനാണ്. ഈ പരിപ്പോടയുടെ ഒപ്പം ഈ ഒരു ചമ്മന്തി കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ കൂടെ കട്ടൻ ചായ കൂടി ആകുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു കോമ്പിനേഷൻ ഞാനായിട്ട് വികസിപ്പിച്ചെടുത്തൊരു കോമ്പിനേഷനാണ് കേട്ടോ. എനിക്ക് എപ്പോഴും പരിപ്പോടെ ഉഴുന്നോടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചമ്മന്തി കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ പൊരിച്ചെടുത്ത ചമ്മന്തി ആയപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒപ്പം കൂട്ടിയില്ലെങ്കിലും നമ്മൾ നോർമലി കഞ്ഞിക്കൊക്കെ യൂസ് ചെയ്യാനും ഈ ഒരു ചമ്മന്തി സൂപ്പറാണ്.
ഇപ്പോൾ നമ്മുടെ ഈ കൂട്ടൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് നല്ല കട്ടിയായിട്ട് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പൊരിച്ചെടുത്ത ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. സാധാരണ പച്ചച്ചമ്മന്തി അരക്കുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ടാണ് ഈ ഒരു പൊരിച്ചെടുത്ത ചമ്മന്തി. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്